Find the Fourier series of f of x equal to 1 plus 2x by pi for minus pi less than x less than 0, 1 minus 2x by pi, 0 less than x less than pi. നമുക്ക് എഫ് ഓഫ് എക്സ് തന്നിട്ടുള്ളത് 1 പ്ലസ് 2x by pi ആണ്. ഓക്കെ, ഫസ്റ്റത്തെ നമുക്ക് ഇതല്ലേ എഫ് ഓഫ് എക്സ് തന്നിട്ടുള്ളത്. അപ്പൊ എഫ് ഓഫ് മൈനസ് എക്സ് ചെയ്ത് നോക്കുക. അതായത് നമുക്ക് ഇവൻ ആണോ ഓഡ് ആണോ നോക്കണം. അങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമല്ലേ ചെയ്യാൻ, ഫുൾ ചെയ്യണ്ടല്ലോ, അതാണത്. എഫ് ഓഫ് മൈനസ് എക്സ് നോക്കുമ്പോ എന്താണ്, എക്സ് ഉള്ളോടത്ത് മൈനസ് എക്സ് ഇടുമ്പോ എന്തായി, 1 മൈനസ് 2x by pi എന്നല്ലേ കിട്ടുക. ഓക്കെ, അപ്പൊ അതുള്ളത് തന്നെയാണ് നിങ്ങളുടെ 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ പൈയില് ഉള്ള ഒരു വാല്യൂ ആണ്. ഇനി അടുത്ത എഫ് ഓഫ് എക്സ് എന്തായിരുന്നു, നിങ്ങളുടെ 1 മൈനസ് 2x by pi എന്നായിരുന്നു അല്ലെ. അതിൽ ഞാൻ എന്ത് ചെയ്യാണ്, എഫ് ഓഫ് മൈനസ് എക്സ് കൊടുത്തു നോക്കുകയാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു നിന്ന് കിട്ടും 1 പ്ലസ് 2x by pi ആണ്. അതിന്റെ റേഞ്ച് മൈനസ് 5 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 0 ആണ്. അതായത് രണ്ട് കണ്ടീഷനിലും നിങ്ങൾക്ക് ഈ ഫംഗ്ഷനിൽ ഉള്ളത് തന്നെ കിട്ടണില്ലേ. അതായത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് മൈനസ് എക്സ് ആണ് അല്ലേ. അപ്പൊ എന്തെന്ന് പറയാ, ഇത് ഇവൻ ഫംഗ്ഷൻ ആന്ന് പറയാം. അപ്പൊ എന്താണ്, ബി എന്നിന്റെ വാല്യൂ ഈക്വൽ ടു എന്തായിരിക്കും, 0 ആയിരിക്കും. അപ്പൊ ബാക്കി കണ്ടുപിടിച്ചാ പോരെ. ഓക്കെ, അപ്പൊ നമ്മളുടെ എഫ് ഓഫ് എക്സിന്റെ ഇക്വേഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എ നോട്ട് ബൈ 2 സമ്മേഷൻ n ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി എ എൻ ഇൻറ്റു കോസ് എൻ പൈ എക്സ് ബൈ എൽ ആണ്. ഇനി എ നോട്ട് ഈസ് ഈക്വൽ ടു എന്താണ് ഇക്വേഷൻ, 2 ബൈ എൽ ഇന്റഗ്രൽ 0 ടു എൽ എഫ് ഓഫ് എക്സ് ഡി എക്സ് ആണ്. എന്നിന്റെ ഇക്വേഷൻ എന്താ, n ഈസ് ഈക്വൽ ടു 2 ബൈ എൽ ഇന്റഗ്രൽ 0 ടു എൽ എഫ് ഓഫ് എക്സ് ഇൻറ്റു കോസ് എൻ പൈ എക്സ് ബൈ എൽ ഡി എക്സ്. ഓക്കെ, ഇനി ലെങ്ത് എന്താ, ഇതിന് ലെങ്ത് എന്താ എടുക്കാറ്, നമ്മള് പോസിറ്റീവ് സൈഡാണ് എടുക്കുക. 0 ടു പൈ വരെ എടുത്താൽ മതി, കാരണം ഇവൻ ഫംഗ്ഷൻ അല്ലേ ഇത്. ഓക്കെ, അപ്പൊ നമുക്ക് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു, സോറി എഫ് ഓഫ് എക്സ് അല്ല, എ നോട്ട് ഈസ് ഈക്വൽ ടു 2 ബൈ എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്ത് പറഞ്ഞു, 0 തൊട്ട് പൈ വരെയാണ് റേഞ്ച് ഇട്ടില്ലെങ്കിൽ നിങ്ങളുടെ ലെങ്ത് എന്താണ്, എൽ ഈസ് ഈക്വൽ ടു നിന്ന് വരും പൈ മൈനസ് 0 എന്ന് വരും, ദാറ്റ് ഈസ് പൈ എന്ന് കിട്ടും അല്ലേ. അപ്പൊ 2 ബൈ പൈ ഇന്റഗ്രൽ 0 ടു പൈ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എന്തായിരുന്നു നിങ്ങൾക്ക്, 1 മൈനസ് 2x by pi dx, that is equal to 2 by pi into 1-നെ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ x മൈനസ് 2 by pi into x-നെ ഇന്റഗ്രേറ്റ് ചെയ്ത x സ്ക്വയർ ബൈ 2 വാല്യൂ 0 to pi അല്ലേ. 2 get cancelled. 2 get cancelled. ഇനി എന്തെന്ന് വരും, 2 by pi into നമ്മള് പൈ മൈനസ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നിടത്ത് പൈ കൊടുക്കുമ്പോ പൈ സ്ക്വയർ ഡിവൈഡഡ് ബൈ ഒരു പൈ ഉണ്ട്. പൈ സ്ക്വയറും കട്ട് ചെയ്യുമ്പോ പൈ ആയില്ലേ. പൈ മൈനസ് പൈ എന്ന് വെച്ചാൽ 0 അല്ലേ. അപ്പൊ ഇതിന്റെ ആൻസർ എന്താണ്, 0 ആണ്. അപ്പൊ എ നോട്ട് നിങ്ങൾക്ക് 0 ആണ്. ഓക്കെ, ഇനി എന്നിന്റെ ഇക്വേഷൻ n എന്താണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ബൈ പൈ ഇന്റഗ്രൽ 0 ടു പൈ 1 മൈനസ് 2x ബൈ പൈ ഇൻറ്റു കോസ് n പൈ എക്സ് ബൈ എൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ പൈ ഡി എക്സ്. എല് പൈ ആണല്ലോ, പൈ ഗെറ്റ് ക്യാൻസൽ. ദാറ്റ് ഈസ് 2 ബൈ പൈ ഇൻറ്റു, ഇങ്ങനെ ഇന്റഗ്രേഷൻ ചെയ്യാം, 1 മൈനസ് 2x ബൈ പൈ ഇൻറ്റു രണ്ടാമത്തെ ടേമിന്റെ ഇന്റഗ്രേഷൻ. കോസ് എൻ എക്സിന്റെ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, സൈൻ എൻ എക്സ് ബൈ എൻ മൈനസ് ഇന്റഗ്രൽ ഓഫ് ഫസ്റ്റ് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ്, ദാറ്റ് ഈസ് 1-ന്റെ 0 മൈനസ് 2x ബൈ പൈയുടെ എന്താണ് 2 ബൈ പൈ. എന്നിട്ട് എന്തെന്ന് വരും, ഈ സെയിം ടേം ഇപ്പുറത്തേത് സൈൻ എൻ എക്സ് ബൈ എൻ ഡി എക്സ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ബൈ പൈ ഇൻറ്റു 1 മൈനസ് 2x ബൈ പൈ ഇൻറ്റു സൈൻ എൻ എക്സ് ബൈ എൻ മൈനസ്
ഇതിന്റെ ഇന്റഗ്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ -2π ഇത് കൂടുമ്പോൾ +2π. ഇനി സൈൻ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താ വരിക? -cos nx/n² എന്ന് കിട്ടും. വാല്യൂ 0 to π. ഇതിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. 2/π ഇൻറ്റു ഫസ്റ്റ് ഞാൻ പൈ അപ്ലൈ ചെയ്യാണ്. ഓക്കെ, അപ്പൊ 1 - 2π ഡിവൈഡഡ് ബൈ പൈ ഇൻറ്റു സൈൻ nπ/n പ്ലസ് 2π മൈനസ് കോസ് nπ ഡിവൈഡഡ് ബൈ n² മൈനസ് ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ എന്തെന്ന് വരും? സൈൻ 0 അല്ലെ, ആദ്യത്തെ ടേം സൈൻ 0/n. ഇനി വീണ്ടും മൈനസ് ഈ ടേം, അതായത് 2/π മൈനസ് കോസ് 0/n². ദാറ്റ് ഈസ് ഈക്വൽ ടു 2/π ഇൻറ്റു സൈൻ nπയുടെ വാല്യൂ എന്താ? 0. നെക്സ്റ്റ് ടേം എടുക്കുക. ദാറ്റ് ഈസ് -2πn². കോസ് nπയുടെ വാല്യൂ -1 സൈൻ nπയുടെ സൈൻ 0ന്റെ വാല്യൂ 0. കഴിഞ്ഞ് ഈ മൈനസും മൈനസും മൈനസ് ആൻഡ് മൈനസ് നമുക്ക് എന്താവും? പ്ലസ് ആവും. ദാറ്റ് ഈസ് +2/π n² എന്ന് വരും. കോസ് 0ന്റെ വാല്യൂ 1 ആയതുകൊണ്ട്. ഓക്കെ, ഇതിൽ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ എന്താണ്? 2/π n² പുറത്തേക്ക് എടുത്തൂടെ? ദാറ്റ് ഈസ് 2/π ഇൻറ്റു 2/π n². ഔട്ട് സൈഡ് എടുക്കുകയാണെങ്കിൽ എന്തെന്ന് എഴുതാം? എനിക്ക് 1 - -1 ഓൾ റേസ്ഡ് ടു എന്ന് എഴുതി കൂടെ? അല്ലേ, കറക്റ്റ് അല്ലേ? രണ്ടാമത്തെ ടേമിൽ നിന്ന് 1ഉം ഫസ്റ്റ് ടേമിൽ നിന്ന് -1 റേസ്ഡ് ടു എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 4/π² n² ഇൻറ്റു 1 - -1 റേസ്ഡ് ടു n1. ഇതാണ് നിങ്ങളുടെ n-ന്റെ വാല്യൂ. ഓക്കെ, ഇനി നമുക്ക് f of x എടുക്കാം. f of x ഈക്വൽ ടു സമ്മേഷൻ n ഈക്വൽ ടു 1 to ∞. കാരണം n0ന്റെ വാല്യൂ 0. 4/n²π² ഇൻറ്റു 1 - -1 ഓൾ റേസ്ഡ് ടു n കോസ് nx. ഇതാണ് ചെയ്യാനുണ്ടായിരുന്നു. Obtain the Fourier series of e raised to x in the interval -1 to 1. അപ്പൊ നമുക്ക് -1 to 1ന്റെ കേസ് ആണെങ്കിൽ നമ്മുടെ f of x ന്റെ ഇക്വേഷൻ എന്താണ്? f of x equal to a0/2 plus summation n equal to 1 to ∞ an into cos nπx/l plus bn sin nπx/l ആണ് അല്ലേ? ഇനി അവിടുത്തെ a0ന്റെ ഇക്വേഷൻ എന്താ? ദാറ്റ് ഈസ് ഈക്വൽ ടു 1/l ഇന്റഗ്രൽ ഓഫ് -l to l f of x dx. an is equal to 1/l integral from -l to l f of x into cos nπx/l dx. അതുപോലെ bn is equal to 1/l integral of -l to l f of x into sin nπx/l dx. ഓക്കെ, ഇതാണ് നമ്മളുടെ ഇക്വേഷൻസ്. കാരണം എന്താ? ഇത് ഇവൻ ഫംഗ്ഷനോ ഓഡ് ഫംഗ്ഷനോ അല്ല, അല്ലേ? ഇനി നമുക്ക് a0 കണ്ടുപിടിക്കാം. a0 is equal to ഇതിൽ ലെങ്ത് എന്താണ്? ലെങ്ത് ആദ്യം എന്ത് ചെയ്യുക? പീരീഡ് കണ്ടുപിടിക്കുക. പീരീഡ് t is equal to upper limit minus lower limit, that is equal to 2 ആണ്. ലെങ്ത് is equal to 2/2 is equal to 1 ആണ്. ഓക്കെ, നമുക്ക് 1 ആണ്. അപ്പൊ 1/1 ഇന്റഗ്രൽ ഓഫ് -1 to 1 f of x എന്താ? e raised to x dx. e raised to x ഇന്റഗ്രേറ്റ് ചെയ്ത e raised to x തന്നെ. The values -1 to 1, that is upper limit കൊടുക്കുക. അപ്പൊ e raised to 1 minus e raised to -1 കിട്ടി. ഇനി an കണ്ടുപിടിക്കണം. an is equal to എന്താണ്? 1/1 ഇന്റഗ്രൽ ഓഫ് -1 to 1 e raised to x cos nπx dx അല്ലെ? ലെങ്ത് 1 ആയതുകൊണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഒരു ഇക്വേഷൻ ആവശ്യമുണ്ട്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഇന്റഗ്രൽ ഓഫ് e raised to x
cos bx dx, that is equal to e raised to ax divided by a square plus b square, a cos bx plus b sin bx. ഇതാണ് നമ്മളുടെ ഇക്വേഷൻ. ഇത് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇത് വെച്ചിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നോക്കി നോക്ക്, എക്ക് പകരം എന്താണ് 1 ആണ് നമ്മുടെ ക്വസ്റ്റ്യനിലുള്ളത്, ബിക്ക് പകരം എന്താണുള്ളത് n പൈ ആണ്. നിങ്ങൾക്ക് വരുന്നത് എ റേസ് ടു എക്സ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് n പൈ ഓൾ സ്ക്വയർ കോസ് n പൈ എക്സ് പ്ലസ് n പൈ ഇൻറ്റു സൈൻ n പൈ എക്സ്. ഇത് -1 to 1 അപ്ലൈ ചെയ്യാം. അപ്പൊ ആദ്യം 1 കൊടുക്കുമ്പോ എന്താവും, ഇ ബൈ 1 പ്ലസ് n പൈ ദ ഹോൾ സ്ക്വയർ ഇൻറ്റു കോസ് n പൈ എക്സ്. എന്താവും, കോസ് n പൈ പ്ലസ് n പൈ സൈൻ പൈ, കോസ് n പൈ പ്ലസ് n പൈ സൈൻ n പൈ മൈനസ് ലോവർ ലിമിറ്റ് -1 അല്ലേ, ഇറേസ് ടു -1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് n പൈ ദ ഹോൾ സ്ക്വയർ ഇൻറ്റു കോസ് മൈനസ് n പൈ പ്ലസ് n പൈ ഇൻറ്റു സൈൻ ഓഫ് മൈനസ് n പൈ. ഇനി നിങ്ങൾ സ്കൂളിൽ പഠിച്ചിട്ടുള്ള ഇക്വേഷൻസ് ആണ് ഇത്. ട്രിഗ്നോമെട്രിയിലെ കോസ് ഓഫ് മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്, കോസ് തീറ്റ തന്നെയാണ്. അതുപോലെ സൈൻ ഓഫ് മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ, മൈനസ് സൈൻ തീറ്റയാണ്. ഓക്കെ, ഓർപ്പിച്ചാൽ മതി. നിങ്ങൾക്ക് അറിയണ കേസാ, സൈൻ n പൈയുടെ വാല്യൂ 0 അല്ലേ, അപ്പൊ ഈ രണ്ടിലെയും ടേം 0 ആയി പോകും. പിന്നെ എന്താ ഉള്ളത്, ഇ ബൈ 1 പ്ലസ് n പൈ ദ ഹോൾ സ്ക്വയർ. കോസ് n പൈയുടെ വാല്യൂ എന്താ, -1 റേസ് ടു n മൈനസ് ഇ റേസ് ടു -1 ബൈ 1 പ്ലസ് n പൈ ദ ഹോൾ സ്ക്വയർ. അതിലും എന്താണ്, കോസ് n പൈയുടെ വാല്യൂ അല്ലേ വരുന്നത്, ദാറ്റ് ഈസ് -1 റേസ് ടു n. എനിക്ക് എന്തെന്ന് ചെയ്യാം, കോമൺ ആയിട്ടുള്ളത് ഇങ്ങനെ എഴുതാം, ദാറ്റ് ഈസ് -1 all raised to n divided by 1 plus n pi the whole square into ഓക്കെ. ഇത് കഴിഞ്ഞ് കഴിഞ്ഞ് പിന്നെ എന്താ ഉള്ളത്, ഇ മൈനസ് ഇ റേസ് ടു -1 കിട്ടും അല്ലെ. നിങ്ങൾക്ക് എന്ത് കിട്ടി, n കിട്ടി. ഇതുപോലെ ബി എൻ കണ്ടുപിടിക്കുക. ബി എൻ ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് -1 to 1 എ റേസ് ടു എക്സ് സൈൻ n പൈ എക്സ് ഡി എക്സ്. ഇവിടെ ഒരു ഇക്വേഷൻ ഉണ്ട്, ഇന്റഗ്രൽ ഓഫ് ഇ റേസ് ടു എ എക്സ് സൈൻ ബി എക്സ് ഈക്വൽ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി എക്സ് ഡി എക്സ് ഈക്വൽ ടു ഇ റേസ് ടു എ എക്സ് ഡിവൈഡഡ് ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഇൻറ്റു എ കോസ് എ സൈൻ ബി എക്സ് മൈനസ് ബി കോസ് ബി എക്സ്. ഈ ഫോർമുല അപ്ലൈ ചെയ്യാം. കെ ഉള്ളോടത്ത് 1 ബി ഉള്ളോടത്ത് n പൈ, പി ഇ റേസ് ടു എക്സ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് n പൈ ദ ഹോൾ സ്ക്വയർ ഇൻറ്റു എ സൈൻ ബി എക്സ്, അതായത് സൈൻ n പൈ എക്സ് മൈനസ് n പൈ കോസ് n പൈ എക്സ്. -1 to 1. ആദ്യം അപ്പർ ലിമിറ്റ് പി റേസ് ടു 1 ബൈ 1 പ്ലസ് n പൈ ദ ഹോൾ സ്ക്വയർ ഇൻറ്റു സൈൻ n പൈ മൈനസ് n പൈ കോസ് n പൈ മൈനസ് ഇ റേസ് ടു -1 ബൈ 1 പ്ലസ് n പൈ ദ ഹോൾ സ്ക്വയർ സൈൻ മൈനസ് n പൈ മൈനസ് n പൈ cos of minus n phi. Okay, so that is equal to e raised to 1
ഇൻറ്റു സൈൻ എൻ പൈയുടെ വാല്യൂ 0. പിന്നെന്താ ഉള്ളത്? മൈനസ് എൻ പൈ ഇൻറ്റു മൈനസ് 1 റേസ് ടു എൻ 1 പ്ലസ് എൻ പൈ ദ ഹോൾ സ്ക്വയർ. ഇവിടെ മൈനസ് ഇ റേസ് ടു മൈനസ് 1 ബൈ 1 പ്ലസ് എൻ പൈ ദ ഹോൾ സ്ക്വയർ സൈൻ എൻ പൈ. ഈ വാല്യൂ 0, ഇത് മൈനസ് എൻ പൈ മൈനസ് 1 ഓൾ റേസ് ടു എൻ 1. ഓക്കെ, നമുക്ക് ആദ്യത്തത് മൈനസ് ഇ റേസ് ടു 1 into n pi minus 1 raised to n by 1 plus n pi the whole square minus e raised to minus 1. ഈ മൈനസ് ഇങ്ങോട്ട് വരുമ്പോൾ എന്താവും? പ്ലസ് ആയി. e raised to minus 1 n pi minus 1 raised to n divided by 1 plus n pi the whole square. That is equal to, ഇതിൽ എന്തൊക്കെ കോമൺ എടുക്കാൻ പറ്റും? n pi minus 1 raised to n കോമൺ എടുക്കുക, divided by 1 plus n pi the whole square പുറത്തേക്ക് എടുത്താൽ ബാക്കി എന്തെന്ന് വരും? e raised to minus 1 minus e raised to 1 എന്ന് കിട്ടും. ഓക്കെ, ഇനി ഇതിൽ നിങ്ങൾ ആ എഫ് ഓഫ് എക്സിൽ എടുത്ത് എഴുതിയാൽ പോരെ? ജസ്റ്റ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പൊ നമ്മുടെ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എന്തെന്നായിരുന്നു? എ നോട്ട് ബൈ 2. എ നോട്ട് എന്താ? ഇ റേസ് ടു 1 മൈനസ് ഇ റേസ് ടു മൈനസ് 1 ഡിവൈഡഡ് ബൈ 2 എന്ന് എഴുതുക. പ്ലസ് സമ്മേഷൻ ഓഫ് എൻ ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി. എന്നിന്റെ വാല്യൂ എന്തായിരുന്നു? മൈനസ് 1 റേസ് ടു എൻ 1 പ്ലസ് എൻ ബൈ ദ ഹോൾ സ്ക്വയർ e minus e raised to minus 1 sin, sin അല്ല, cos n pi x. ഓക്കെ, പ്ലസ് ഇനി ബി എന്നിന്റെ വാല്യൂ. ബി എൻ നമുക്ക് വന്നത് n pi minus 1 all raised to n divided by 1 plus n pi the whole square into e raised to minus 1 minus e raised to 1 sin n pi x. Find the Fourier series f of x equal to x square minus 2 in the interval minus 2 to 2. നമുക്ക് തന്നിട്ടുള്ള എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 2 ആണ്. ഓക്കെ, നമ്മളിത് ഇവൻ ആണോ ഓഡ് ആണോ നോക്കുക. എഫ് ഓഫ് മൈനസ് എക്സ് ഈക്വൽ ടു എന്താണ്? മൈനസ് എക്സ് ഓൾ സ്ക്വയർ മൈനസ് 2. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്തെന്ന് തന്നെ വരിക? എക്സ് സ്ക്വയർ മൈനസ് 2 ആണ്. അതിന്റെ അർത്ഥം എന്താണ്? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് മൈനസ് എക്സ് ആണ്. സോ ഇവൻ ഫംഗ്ഷൻ. ഇവൻ ഫംഗ്ഷൻ ആണെങ്കിൽ എന്താണ്? ബി എന്നിന്റെ വാല്യൂ ഈക്വൽ ടു 0 ആയിരിക്കും. അതുകൊണ്ട് തന്നെ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എ നോട്ട് ബൈ 2 പ്ലസ് സമ്മേഷൻ എൻ ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി എ എൻ കോസ് എൻ ബൈ എക്സ് ബൈ എൽ ആണ്. അതുപോലെ എ നോട്ട് ഈസ് ഈക്വൽ ടു 2 ബൈ എൽ ഇന്റഗ്രൽ 0 ടു എൽ എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് വരും. That is equal to 2 by L. നമുക്ക് എന്താണ്? ഇവൻ ഫങ്ഷൻസ് ആയ പോസിറ്റീവ് സൈഡ് 0 to 2 ആണ് എടുക്കുക. അപ്പൊ ലെങ്ത് എത്രയാണ് വരിക? 2 എന്ന് കിട്ടും. അപ്പൊ 2 by 2 ഇന്റഗ്രൽ 0 to 2 എഫ് ഓഫ് എക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ മൈനസ് 2 ഡി എക്സ് കിട്ടും. എന്തെന്ന് വരും? എക്സ് സ്ക്വയറിനെ ഇന്റഗ്രേറ്റ് ചെയ്ത എക്സ് ക്യൂബ് ബൈ 3 മൈനസ് 2നെ ഇന്റഗ്രേറ്റ് ചെയ്ത 2x 0 to 2 എന്ന് കൊടുക്കുക. ഓക്കെ, 2 കൊടുക്കുമ്പോ ആദ്യം 8 by 3 മൈനസ് 4 എന്ന് കിട്ടി. പിന്നെ മറ്റേത് 0 അപ്ലൈ ചെയ്യുമ്പോൾ 0 ആയി പോക്കോളൂല്ലോ. നമുക്ക് എന്താ വാല്യൂ കിട്ടുന്നത്? മൈനസ്
4/3. ഓക്കെ, ഇനി നെക്സ്റ്റ് an ഈക്വൽ ടു എന്തെന്നെ വരും ഇതുപോലെ 2/2. അതായത് ഇക്വേഷൻ എന്താ നമ്മുടെ 2/L ഇന്റഗ്രൽ 0 to L f of x cos n pi x by L dx. ഇതല്ല ഇക്വേഷൻ. ഇവിടെ നമ്മുടെ ലെങ്ത് എത്ര 2 ആണ്. അപ്പൊ 2/2 ഇന്റഗ്രൽ 0 to 2 f of x എന്ന് വെച്ചാൽ x സ്ക്വയർ മൈനസ് 2 cos n pi x by 2 dx എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താ എങ്ങനെ ചെയ്യാം, എക്സ് സ്ക്വയർ മൈനസ് 2 ഇൻറ്റു ഇതിന്റെ ഇന്റഗ്രൽ കോസ് n pi x by 2ന്റെ ഇന്റഗ്രൽ എന്താണ് സൈൻ n pi x by 2 ഡിവൈഡഡ് ബൈ n pi by 2 മൈനസ് ഇന്റഗ്രൽ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 2ന്റെ ഡെറിവേറ്റീവ്. എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്താ 2x. 2ന്റെ 0 ആയിപ്പോയി. 2x ഇൻറ്റു ഈ സെയിം ടേം വരും സൈൻ n pi by 2 x divided by n pi by 2 dx എന്ന് വരും. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്തെന്ന് എഴുതാം, എക്സ് സ്ക്വയർ മൈനസ് 2 ഇൻറ്റു സൈൻ n pi x by 2 divided by n pi by 2 മൈനസ് 2 ഇൻറ്റു എക്സ് ഇൻറ്റു ഇതല്ലേ, അപ്പൊ വീണ്ടും എന്ത് ചെയ്യണം, ഇന്റഗ്രേഷൻ ബൈ പാർട്സ് ചെയ്യണ്ടേ. അപ്പൊ എക്സ് ഇൻറ്റു സൈൻ ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ എന്താ കിട്ടുക, മൈനസ് കോസ് n pi by 2 x divided by n pi by 2 the whole cube മൈനസ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ് 1 ആണ് അല്ലെ. പിന്നെ അപ്പൊ ഇതിന്റെ ഒന്നും കൂടി ഇന്റഗ്രേഷൻ ചെയ്താൽ മതി. അപ്പൊ എന്താവും, മൈനസ് കോസ് n pi by 2 x n pi by 2 the whole സ്ക്വയറിന്റെ വീണ്ടും ഇന്റഗ്രേറ്റ് ചെയ്യാം. അതായത് മൈനസ് മൈനസും പ്ലസ് ആവും. ഈ മൈനസ് കോസ് എന്നുള്ളത് പ്ലസ് ആയി. ഇനി കോസ് n pi by 2ന്റെ ഇന്റഗ്രേഷൻ എന്താണ് സൈൻ n pi by 2 x by n pi by 2 the whole cube. ഹോൾ സ്ക്വയർ ഉള്ളൂ കേട്ടോ, n pi by 2 the whole cube. ഇത് നിങ്ങളൊന്ന് എക്സ്പാൻഡ് ചെയ്താൽ മതി. ഞാനിത് എക്സ്പാൻഡ് ചെയ്യാൻ മടിയായിട്ട് ഇട്ടതാ. ഓക്കെ, ഇനി ഇവിടെ വാല്യൂ അപ്ലൈ ചെയ്ത് നോക്കാം. ഫസ്റ്റ് 2 കൊടുത്ത് നോക്കിയേ, 2 മൈനസ് 2 സ്ക്വയർ മൈനസ് 2 എന്നാണ് വരിക, അതായത് 2 കിട്ടും. പക്ഷെ ഇവിടെ അല്ലെങ്കിൽ ഞാൻ അപ്ലൈ ചെയ്ത് കാട്ടിയത് 2 സ്ക്വയർ മൈനസ് 2 ഇൻറ്റു സൈൻ n pi by 2 ഇൻറ്റു എക്സ് എന്ന് വെച്ചാൽ 2 അല്ലേ, n pi by 2 2 ഗെറ്റ് ക്യാൻസൽ, അതായത് സൈൻ n pi അല്ലേ, ഈ വാല്യൂ എന്തായിട്ട് പോകും 0 ആയി പോകും. ഇനി മൈനസ് 2 ഇൻറ്റു ഇവിടെ എന്ത് വരും മൈനസ് 2, എക്സിന്റെ ആ മൈനസിനെ പുറത്തിട്ടു. പിന്നെ എന്താണ് വരുന്നത് കോസ് n pi by 2 ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ n pi by 2 the whole സ്ക്വയർ പ്ലസ് ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ സൈൻ n pi by 2 ഇൻറ്റു എക്സിന്റെ സ്ഥാനത്ത് 2 ഡിവൈഡഡ് ബൈ n pi by 2 the whole ക്യൂബ്. 2 കട്ട് ചെയ്തു, സൈൻ n pi വാല്യൂ 0. ഇനി എന്ത് ചെയ്യാം, മൈനസ് ലോവർ ലിമിറ്റ്. അപ്പൊ സൈൻ 0ന്റെ വാല്യൂ 0 ആണ്. അപ്പൊ സൈൻ 0 ഉള്ളത് വേണ്ട. ഇപ്പത്ത് ഈ എക്സിന്റെ അവിടെ 0 അപ്ലൈ ചെയ്യുമ്പോ എക്സ് 0 ആയില്ലേ, അപ്പൊ ഈ സെക്കൻഡ് ടേമും 0 ആയി പോകും. തേർഡ് ടേമിൽ വീണ്ടും സൈൻ 0, അത് 0 ആയി പോകൂലേ. നിങ്ങൾക്ക് ഫൈനലി കിട്ടുന്ന ആൻസർ ഈ ഒരൊറ്റ ടേം അല്ലേ, സെക്കൻഡ് ടേം മാത്രമേ ഉണ്ടാവുള്ളൂ ഈ താഴത്തെ ഇതില്. അപ്പൊ മൈനസ് 2 ഇൻറ്റു 2 മൈനസ് 2 അതായത് 4. പിന്നെ ഈ 2ഉം കട്ട് ചെയ്ത് എന്താണ് കോസ് n pi, അതായത് മൈനസ് 1 ഓൾ റേസ് ടു n ഡിവൈഡഡ് ബൈ n pi by 2 the whole സ്ക്വയർ എന്നാണ് കിട്ടുക. ഇനി എനിക്ക് തിരിച്ചു എഴുതിക്കൂടെ, ദാറ്റ് ഈസ് 4 മൈനസ് 1 ഓൾ റേസ് ടു n 4 ബൈ n pi സ്ക്വയർ എന്ന് എഴുതിക്കൂടെ. ആ 2 സ്ക്വയറിനെ ഞാൻ 4 ആക്കിയെന്നുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് എന്തെന്ന് എഴുതത് 16 മൈനസ് 1 ഓൾ റേസ് ടു n ഡിവൈഡഡ് ബൈ n pi the whole സ്ക്വയർ എന്ന് കിട്ടും. ദാറ്റ് ഈസ് ദ an. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു a0 by 2 ആണ്. അപ്പൊ അത് മൈനസ്
4/3 ആയിരുന്നു. അപ്പൊ ഇതെന്തായി -4/6 പ്ലസ് സമ്മേഷൻ n equal to 1 to infinity. ന്റെ വാല്യൂ 16 -1 raised to n divided by n pi the whole square cos n pi by 2 x. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു.